ഹായ് കൂട്ടുകാരെ, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വളരെ എളുപ്പത്തിൽ മാത്സ് റിവിഷൻ ചെയ്യാം. നമ്മൾ ആദ്യം തുടങ്ങുന്നത് ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന 5ാമത്തെ ചാപ്റ്ററാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ഫോംസ്, അതായത് 325/10 എന്ന് പറയുന്ന ഫ്രാക്ഷനെ എങ്ങനെ ഡെസിമൽ ആക്കാം. നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. 10 എന്ന നമ്പറിൽ ഒരു 0 ആണുള്ളത്. അപ്പോൾ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. സോ ആൻസർ എന്ത് വരും? 32.5. രണ്ട് പ്രോബ്ലംസ് കൂടി നോക്കാം. അപ്പോൾ അവിടെ നോക്കൂ, 325 ഡിവൈഡഡ് ബൈ 100. അപ്പോൾ 100ൽ 2 0 ആണുള്ളത്. അപ്പോൾ നമുക്കതിനെ 3.25 എന്ന് എഴുതാം. 325 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1000ൽ 3 0 ആണുള്ളത്. അപ്പോൾ നമ്മൾ 3 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. അപ്പോൾ 0.325. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ഫ്രാക്ഷനായിട്ട് എഴുതാമെന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഫ്രാക്ഷൻ എങ്ങനെ ഡെസിമൽ ആക്കി എഴുതാമെന്ന് പഠിച്ചിരുന്നു. അപ്പം നമുക്ക് നോക്കാം. ഈ 45.6 എന്ന നമ്പറിൽ ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റാണുള്ളത്. അതായത് ഒരു 0 ഉള്ള 10 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് അങ്ങനൊരു ഡിജിറ്റ് കിട്ടുന്നത്. അതായത് 45.6 എന്ന നമ്പറിനെ നമ്മൾ ആദ്യം ഡെസിമൽ ഇല്ലാതെ എഴുതണം. ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ 456 എന്ന നമ്പർ കിട്ടും. 456നെ ഡിവൈഡഡ് ബൈ 10 എന്ന് എഴുതണം. കാരണം ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഒരു 0 ഉള്ള 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് ആൻസർ 456 ഡിവൈഡഡ് ബൈ 10. ഇനി ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് എക്സസൈസ് നോക്കാം. കണ്ടോ, രണ്ടാമത്തെ പ്രോബ്ലം നോക്കിയേ. 45.67 എന്നാണ്. അപ്പം നമ്മളിത് ഡെസിമൽ ഇല്ലാതെ വായിക്കുമ്പോൾ 4567 എന്ന് എഴുതിയിട്ട് ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 2 0 ഉള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കാൻ പറയുമ്പോൾ ഡെസിമൽ ഇല്ലാതെ എഴുതണം. പലരും ചെയ്തു വെക്കുന്ന തെറ്റാണ്. ഫ്രാക്ഷൻ ഫോമിൽ എന്ത് എഴുതി വയ്ക്കും? ഡെസിമൽ ഇട്ടിട്ട് ഡിവൈഡഡ് ബൈ 100 ഇട്ട് വയ്ക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡെസിമൽ ഇല്ലാതെ നമ്പർ എഴുതുന്നു. ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റാണോ ഉള്ളത് അത്ര എണ്ണം 0 വരുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4.506 ആണ്. അപ്പം അതിന് ഡെസിമൽ ഇല്ലാതെ വായിക്കുമ്പോൾ 4506 എന്ന് കിട്ടും. ഡെസിമൽ കഴിഞ്ഞ് 3 ഡിജിറ്റ് ഉള്ളത് കൊണ്ട് 3 0 ഉള്ള 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ 45.06 ആണ്. അപ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ ഇല്ലാതെ ആദ്യം എഴുതുന്നു, 4506 എന്ന് എഴുതുന്നു. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 456.07 ആണ്. ഡെസിമൽ ഇല്ലാതെ എഴുതുമ്പോൾ 45,607 വരും. അപ്പോൾ ആഫ്റ്റർ ഡെസിമൽ 2 ഡിജിറ്റ് ആയതുകൊണ്ട് 2 0 ഉള്ള 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾസ് എന്നൊരു ഭാഗമാണ്. അതായത് ഡെസിമൽ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തന്നിരിക്കുന്ന ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊരു പെൻറ്റഗൺ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആണ്. റെഗുലർ പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ആ പെൻറ്റഗണിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അപ്പോൾ അതിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട് 2.35 മീറ്റർ ആണ്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെരിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, ചുറ്റുമുള്ള അളവാണ്. അപ്പോൾ ചുറ്റുള്ള അളവ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? എല്ലാ അളവുകളും കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 5 തവണ 2.35 ആവർത്തിച്ച് കൂട്ടുന്നതിന് പകരം 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദ പെൻറ്റഗൺ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 5 × 2.35. ഇനി 5 × 2.35 എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? വിത്തൗട്ട് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് 2.35ന് 235 × 5 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1175 കിട്ടും. ഇനി നോക്കാം, ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ആണുള്ളത്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടാം. ഇവിടെ ഒരു സൈഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോൾ പെരിമീറ്റർ എന്തായിട്ട് നമുക്ക് എഴുതാം? 11.75 മീറ്റർ എന്ന യൂണിറ്റോട് കൂടി എഴുതി അവസാനിപ്പിക്കാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ 73ാമത്തെ പേജിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടിക്ക് ഒരു ഷർട്ട് തയ്ക്കാൻ 1.45 മീറ്റർ തുണി വേണമെങ്കിൽ 4 ഷർട്ട് തയ്ക്കാൻ എത്ര മീറ്റർ തുണി വേണം? എന്ത് ചെയ്താൽ മതി?
1.45 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാഗിൽ 4.75 കിലോഗ്രാം അരി കൊള്ളുമെങ്കിൽ അങ്ങനത്തെ 8 ബാഗ് ഉണ്ടെങ്കിൽ എത്ര അരി ഉണ്ടാവും? എന്ത് ചെയ്താൽ മതി? 4.75 × 8 കണ്ടാൽ മതി. ഒരെണ്ണം തന്നിട്ട് കുറേ എണ്ണത്തിൻ്റെ വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പാത്രം നിറയെ ഓയിൽ ഉണ്ടായിരുന്നു. ആ ഓയിലിന് 6 ബോട്ടിലേക്കാക്കി മാറ്റി. ആ ഓരോ ബോട്ടിലിൻ്റെയും അളവെന്ന് പറയുന്നത് 0.75 ലിറ്ററാണ്, അതായത് 3/4 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിൽ ഉണ്ടായിരുന്ന ഓയിലിൻ്റെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതിയാകും? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0.75 ലിറ്ററിന് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി ടീച്ചർ ഇതിൻ്റെ ആൻസേഴ്സ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറും ഒരു നാച്ചുറൽ നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം? അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1.45 × 4 ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 1.45 എന്ന ഡെസിമൽ നമ്പറിന് വിത്തൗട്ട് ഡെസിമൽ എഴുതാം. അപ്പോൾ 145 എന്ന് കിട്ടും. അതിന് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ആൻസർ കിട്ടിയതിന് ശേഷം ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റാണെന്ന് നോക്കുക. 2 ഡിജിറ്റാണ്. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടണം. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. താങ്ക് യു.